ഷീല വയസ്സ് 46, കാണാൻ കുറച്ച് തടിച്ചിട്ട് ഇരുനിറമാണ്. ഭർത്താവ് രാഘവൻ വയസ്സ് 53 കഴിഞ്ഞു. പറമ്പിൽ പണിയാണ്. കുറച്ച് സ്ഥലമുണ്ട്. അതിലൊക്കെ വാഴ ചാതിയൊക്കെ വെച്ചു പയറും വെണ്ടക്കയും വഴുതനയൊക്കെ നട്ടു വളർത്തി ജീവിക്കുന്നു. മക്കൾ രണ്ടുപേരും ആൺമക്കളാണ്. ഇരുവരും കല്യാണം കഴിച്ച് മാറി താമസിക്കുന്നു. ഒരാൾ ഭാര്യ വീട്ടിലും ഒരാൾ പുറത്തും. ഇടയ്ക്ക് നാട്ടിലുള്ള മോൻ വരും. എന്തെങ്കിലുമൊക്കെ വേണ്ടത് ചെയ്യും. വേണ്ട പൈസയും കൊടുത്ത് പോകും. അതായിരുന്നു ചെയ്യാറ്. ഷീലയ്ക്കാണെങ്കിൽ ഷുഗർ കൊളസ്ട്രോൾ ഒക്കെ ഉണ്ട്. അധികം പണിയെടുക്കാൻ വയ്യ. എന്നാൽ പോലും പറമ്പിൽ ഇറങ്ങി ചേട്ടനെ സഹായിക്കാൻ കൂടും. ഉള്ളതുകൊണ്ട് ഓണം പോലെ. പുറനാട്ടിൽ ജീവിക്കുന്ന മോൻ, ഭാര്യ, മക്കൾ അവർ വല്ലപ്പോഴും വിളിക്കും. കാര്യങ്ങൾ അന്വേഷിക്കും. പൈസയൊക്കെ മറ്റവനെ കയ്യിൽ കൊടുത്തു വിടും. അതാണ് പതിവ്. അങ്ങനെ വരാറൊന്നുമില്ല. വല്ലപ്പോഴും വരും. വിശേഷങ്ങളുണ്ടെങ്കിൽ അവർ ഒന്നിച്ച് വരും. അല്ലെങ്കിൽ മോൻ വന്നിട്ട് പോകും. അത്രേ ഉള്ളൂ. ഞങ്ങളുടെ വീടിനടുത്തായി ആണ് ഫസീലയുടെ വീട്. ഫസീല അവൾ കാണാൻ നല്ല വെളുത്ത് നല്ല സൗന്ദര്യമൊക്കെയുള്ള ഒരു താത്തപ്പെണ്ണ്. കെട്ടിയോൾ ഗൾഫിൽ. ഒറ്റമോൻ ഷാഹിൻ 10ൽ പഠിക്കുന്നു. ഫസീലയ്ക്ക് പ്രായം 36 കഴിഞ്ഞെങ്കിലും ഒരു 30-33 അത്രേ തോന്നിക്കും. ഉരുണ്ട് ശരീരം, നല്ല വെളുപ്പ്, നീണ്ടുരുണ്ട മൂക്ക്, തൊടുത്ത കവിൾ. പുറത്തൊക്കെ അങ്ങനെ പോകാറില്ല. വല്ലപ്പോഴും സാധനങ്ങൾ മേടിക്കാൻ പോകുമെന്നല്ലാതെ. മോൻ പഠിക്കാൻ പോകുന്നത് കുറച്ച് നടന്ന് അവിടുന്ന് ബസ്സിനാണ്. പിന്നെ രാവിലെ പണി കഴിഞ്ഞാൽ ഷീലയുടെ വീട്ടിൽ വന്നിരിക്കും. വർത്താനം പറഞ്ഞ് പിന്നെ വീട്ടിൽ പോകും. ടി വി ഉറക്കം, ഇതൊക്കെ തന്നെ പണി. കെട്ടിയവന് അവിടെ ബിസിനസ്സാണ്. ഇടയ്ക്കൊക്കെ വന്ന് പോകും. 1-2 വർഷം കഴിഞ്ഞ് ഷീല ചേച്ചിയും രാഘവേട്ടനും അടുത്തുണ്ടല്ലോ എന്നൊരു ആശ്വാസത്തിലാണ് പുള്ളി അവിടെ. അങ്ങനെ പോകുമ്പോഴാണ് ഒരു ദിവസം മകനോട് വല്ലാണ്ട് വഴക്ക് പറയുന്ന സൗണ്ട് കേട്ട് ഷീല അവിടേക്ക് ചെന്നത്. അവൻ പേടിച്ച് നിൽക്കുകയാണ്. അവളുടെ മുന്നിൽ അവളൊരു വടിയെടുത്ത് വീശി എന്ന് സംസാരിക്കുന്നു. നിന്നോട് ഞാൻ പറഞ്ഞല്ലടാ പഠിക്കാം. നീ ടി വി കണ്ടിരിപ്പാണോ? പോയി പഠിക്കടാ. നിന്റെ ഉപകാരം എൻ്റെ ജീവിതം പോയി. ഇപ്പം നീയും മടിയായിരിക്കും. എന്താണ് ഈ പ്രശ്നം? കുശലം എന്തിനാ ചൂടാവുന്നേ? അല്ല ചേച്ചി, എന്തൊരു കഷ്ടമാണ്. ഇവനോട് പറഞ്ഞതാ ടി വി കണ്ടിരിക്കാതെ പഠിക്കാൻ. കേൾക്കില്ല. മോൻ എന്താ പഠിക്കുന്നത്? പഠിക്കുന്നത് എൻ്റെ ശീലാമേ. ഈ ഉമ്മ കള്ളം പറയുവാ. ഇപ്പോൾ ഞാനാണോടാ കള്ളം പറയുന്നത്? അനുസരണ തീരെയില്ല. മോൻ പഠിക്കുന്നില്ലേ? ശീലാമ്മ ഞാൻ പഠിക്കുന്നുണ്ട്. മാർക്കുണ്ട്. ഇടയ്ക്ക് ടി വി ആണ്. ഇപ്പോൾ വന്നിട്ട് ടി വി ഓൺ ചെയ്തേ ഉള്ളൂ. അതിനാണ് അമ്മ ദേഷ്യപ്പെടുന്നത്. വെറുതെ എന്തിനാണ് ഈ കൊച്ചിനോട് ദേഷ്യം കാണിക്കുന്നത്? അവൻ പഠിക്കുന്നില്ലേ? പിന്നെന്താ? അതല്ല ചേച്ചി, ഇവൻ ഇങ്ങനെ പോയാൽ തോൽക്കും. മറ്റു കൂട്ടുകാരെ കണ്ടൊക്കെ വീട്ടിൽ വന്ന് മടി കാണിച്ച് ഇരിപ്പതേ കണ്ടില്ല. വന്നിട്ട് ഡ്രസ്സ് മാറിയില്ല. പിന്നെ എന്ത് ചെയ്യും? അതിനാണ് ഇത്ര ദേഷ്യം. കുട്ടികളല്ലേ, കുറച്ചൊക്കെ ക്ഷമിക്കേ. ഷീലാമ്മേ, ഉമ്മച്ചി ഇപ്പോൾ എന്നോട് വല്ലാണ്ട് ദേഷ്യമാണ്. ഞാൻ നാളെ ക്ലാസ്സിൽ സെക്കൻഡ് പഠിക്കാം. ഇനി എന്താ? അത് പോരടി. പിന്നെ എന്താ? തലയിൽ ഷാൾ നേരിട്ട് കൊണ്ട് എനിക്ക് വയ്യേച്ചി. അങ്ങനെ കഷ്ടപ്പെടാം. മോൻ ഡ്രസ്സ് മാറിക്കേ ചെല്ലേ. ഷാഹിൻ മുറിയിലേക്ക് പോയപ്പോൾ അവളെയും വിളിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി. എന്ത് പറ്റിയിട്ട്? കെട്ടിയ പോലെ പറഞ്ഞോ? അതല്ലേ ചേച്ചി, ഡേറ്റ് ആയില്ലേ? സാരില്ല, നീ പോയി ഒന്ന് കിടക്ക് തൽക്കാലം. ഞാൻ മടുത്ത് ചേച്ചി, സഹിച്ചു. ഞാനൊരു പെണ്ണല്ലേ, എനിക്ക് പ്രശ്നങ്ങളില്ല, ആഗ്രഹങ്ങളില്ല, എല്ലാം ഞാൻ തന്നെ. അതിനിപ്പോൾ നീ ചൂടൊന്നും എന്തിനാ? അവനിപ്പോൾ വരാറായില്ലേ? ഇവിടെ വരാൻ ചേച്ചി. അങ്ങനത്തെ പണം, ജോലി, ബിസിനസ്. ഞാനും മോനും ഇവിടെ കിടക്കുവാണെന്ന് ഒരു ചിന്തയില്ല. ബാക്കിയുള്ളവരുടെ ജീവിതം പോയി പോയി അല്ലാണ്ട് എന്ത്? എത്ര നാൾ സഹിച്ചില്ലേ? ഇന്ന് കുറേ കൂടി സഹിച്ചാൽ പോരെ എന്ന് തൊട്ട് പറയുന്നതാണെന്നോ ചേച്ചി? ഞാനൊരു പെണ്ണല്ലേ, എൻ്റെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും നോക്കാൻ നേരമില്ലല്ലോ. എടി, ആണുങ്ങളാവുമ്പോൾ ചിലപ്പോൾ അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ജോലിയൊക്കെ അല്ലേ, പ്രശ്നങ്ങളുണ്ടാവും, ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും എന്നും ഇങ്ങനെ ഉണ്ടോ? ഞാനല്ലേ ചേച്ചി കഷ്ടപ്പെടുന്നത്? എൻ്റെ അവസ്ഥ ചേച്ചിക്ക് അറിയാലോ. ഇങ്ങനെ എനിക്കറിയാലോടി. പക്ഷേ കൊച്ചിൻ്റെ മെക്കിട്ട് കയറിയാൽ നിനക്ക് വേണ്ടത് കിട്ടുമോ? എല്ലാം കൂടെ ആയപ്പോൾ സഹിക്കാൻ പറ്റില്ല ചേച്ചി. അതാ പാടിരിപ്പുണ്ടോ? ഒരു കാര്യം ചെയ്യും, ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണം. ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാം. അത് വേണ്ട ചേച്ചി, കഴിക്കാൻ എന്തെങ്കിലും രാത്രി കൊച്ചിന് ഉണ്ടാക്കണം. അതൊന്നും വേണ്ട, വേണ്ടത് ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. നീ കിടക്ക്. പിന്നെ എന്തെങ്കിലും മേടിക്കാനുണ്ട് ചേട്ടനോട് പറഞ്ഞുകൂടെ? നീ പോകണ്ട. ഷീലേച്ചി പോയി കഴിഞ്ഞ് ഫസ്റ്റിൽ കയറി കിടന്ന് രാത്രിയായപ്പോഴാണ് എണീറ്റ്. ഒന്നും മേടിക്കാനില്ലാത്തതുകൊണ്ട് പറയേണ്ടി വന്നില്ല. രാത്രിയായപ്പോൾ ഷീലേച്ചി നേരെ കുറച്ച് ആഹാരവും ഒക്കെ കയറി വന്നു. ചേട്ടനും കൂടെയുണ്ട്. അവർ ആഹാരം എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് ഫസിലെ വിളിച്ചു. മോൻ ടി വി കാണുന്നുണ്ടായിരുന്നു. രാഘവേട്ടൻ മോൻ്റെ അടുത്ത് പോയിരുന്നു. ഷീല അകത്തേക്ക് ചെന്നു. അവരുടെ മുറിയിൽ ഫസിൽ എണീറ്റിട്ടില്ല. അവൾ കിടക്കുമായിരുന്നു. ഷീല അവൾ തട്ടി വിളിച്ച് എണിപ്പിച്ചു. ഫസിൽ എണീറ്റ് ചേച്ചിയെ കണ്ട് ഒന്ന് മുഖം കഴുകി ഹാളിലേക്ക് വന്നു. അപ്പോഴേക്കും ഷീലയും രാഘവേട്ടനും കൂടി ആഹാരം വിളമ്പി വെച്ചിരുന്നു. എല്ലാവരും ഒന്നിച്ച് ഇന്ന് ആഹാരം കഴിച്ചു. പിന്നെ കഴിച്ചെണീറ്റ് കഴിഞ്ഞ് കുറച്ച് നേരം ഹോംവർക്ക് ഉണ്ടെങ്കിൽ തീർക്കാൻ പറഞ്ഞ് മോനെ വിട്ടു. ഷീല അവളെയും കൂട്ടി മുറ്റത്തേക്ക് പോയി. സിറ്റ് ഔട്ടിൽ ഫാനും ഇട്ട് മോര് ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. രാഘവേട്ടൻ ഒരു ബീഡിയം വലിച്ച് മുറ്റത്ത് നിൽക്കുന്നു. ഇടി മോനെ, ഇങ്ങനെ വഴക്കൊന്നും പറഞ്ഞ് പേടിപ്പിക്കരുത്. പിന്നെ തല്ലാനൊന്നും പോകരുത് കേട്ടോ. ചേച്ചി മനഃപൂർവ്വം ലേച്ചിക്കല്ല, അറിയാലോ, പറ്റിപ്പോയി. നീ അവനെ വിളിച്ച് ഇങ്ങത്താ. വിളിച്ചതാലൊന്നും എടുക്കില്ല ചേച്ചി. അങ്ങോട്ട് മിണ്ടാൻ മൂട് തോന്നുമ്പോൾ വിളിക്കും. എന്തെങ്കിലും പറഞ്ഞ് ഫോൺ വയ്ക്കും. എന്നാൽ എൻ്റെ അവസ്ഥ കേൾക്കാം. ഞാനും മോനും അല്ലേ ഉള്ളൂ. ഒന്നും ഇടയ്ക്ക് വരാനൊന്നും ചിന്തിക്കില്ല. എന്ത് പറയാനാണ്? ഇപ്പോൾ എൻ്റെ മക്കളെ കണ്ടില്ലേ, രണ്ട് വഴിക്ക്. അച്ഛനും അമ്മയും എങ്ങനെയും ജീവിക്കും. കുറേ പൈസ അയച്ചുകൊണ്ട് കൊടുത്താൽ മതി എന്ന് വിചാരിച്ച് നടക്കുന്നു. എനിക്ക് അങ്ങനെയാണോ ചേച്ചി? ചേച്ചിക്ക് ചേട്ടനുണ്ട്. എല്ലാ കാര്യത്തിലും എനിക്ക് ആരാ ഉള്ളത്? എൻ്റെ സങ്കടം ഞാൻ ആരോടും പറയും ചേച്ചി. ഇനി അവൻ വിളിക്കുമ്പോൾ എനിക്ക് ഞാൻ സംസാരിക്കാം. കിടക്കുമ്പോൾ വിളിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് വല്ലതും അയക്കാം. എന്തായാലും ഡേറ്റ് കേട്ടടി, എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. നമുക്ക് നീ സമാധാനപ്പെടും. എൻ്റെ സമാധാനം പോയി ചേച്ചി. ചേച്ചിക്ക് അറിയോ, പഠിക്കുമ്പോൾ എന്നെ ഒരു പയ്യൻ സ്നേഹിച്ചു. അന്ന് ഞാൻ അവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞങ്ങളടുത്ത് ആ സമയം വീട്ടിൽ പറഞ്ഞപ്പോൾ ഇവത് വീട്ടിൽ സമ്മതിച്ചില്ല. അവൻ അന്യബോധനാണ്, നിന്നെ വശീകരിച്ചാണ് നോക്കിയാണ് അവൻ വന്നത്. ഇതൊക്കെ നമുക്കും കുടുംബത്തിൻ്റെ സമ്മതത്തിന് ചേരില്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി. എന്നിട്ട് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ പള്ളിയിലെ ആൾക്കാരെ കൊണ്ടുവന്ന് സംസാരിപ്പിച്ചു. നാട്ടുകാർ എന്ത് പറയും? വീട്ടിൽ വന്ന് ഇറങ്ങിപ്പോയാൽ മരിച്ച പോലും അടക്കം ചെയ്യാൻ പറ്റില്ല. സമുദായത്തിന് പേരുദോഷമാണെന്ന് പറഞ്ഞ് എന്നെ പിന്തിരിപ്പിച്ചു. അവനെ കേസിൽ പെടുത്താൻ നോക്കി. എന്നെ കെട്ടിച്ചതാ. എന്നിട്ടിപ്പോൾ അതൊക്കെ ശരി മോളെ. നിങ്ങളുടെ ആൾക്കാരും ജീവിതങ്ങളൊന്നും നമ്മുടെ മതത്തിൽ പറയുന്നില്ല. അത് അങ്ങനെയുള്ള അനുസരണ ചിട്ട കാര്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ കുടിച്ചും തിന്നും കടം വാങ്ങിയും ചിലപ്പോൾ കൂലിപ്പണിയാണേലും ചെയ്ത് ജീവിക്കും. ഉള്ളത് കൊണ്ട് ജീവിക്കും. ചിലപ്പോൾ പുതുതായി വന്ന് കയറുന്നവർക്ക് വലിയ വീടുള്ള അല്ലെ കോടിശ്ശേരിയായി ജീവിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും സന്തോഷം സുഖമുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനും ഒന്നിലേലും കിട്ടിയാൻ എടുത്തുകൊണ്ട് സമാധാനിക്കാലോ ചേച്ചി.
അതൊക്കെയുണ്ട്, എന്നാലും ബുദ്ധിമുട്ടുകളുണ്ട് അതിൻ്റേതായ. ബുദ്ധിമുട്ടുണ്ടെങ്കിലും ജീവിതം സന്തോഷത്തോടെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ചേച്ചി. പണം ആഗ്രഹിച്ചല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നും. പിന്നെ ശീലിച്ചു എന്ന കാര്യങ്ങളൊക്കെ വന്ന് കയറുന്ന വീട്ടിൽ നടക്കുമോ? സന്തോഷമുള്ളൊരു ജീവിതം കിട്ടാനല്ലേ ചേച്ചി ഏതൊരു പെണ്ണ് ആഗ്രഹിക്കും. അത് നേരാ. വാ, നീ രാഘവേട്ടനെ കിട്ടിയിട്ട് ഇന്ന് വരെ ചേച്ചിയെ വിട്ട് പോയിട്ടുണ്ടോ? അതില്ല. അങ്ങനെ അതെനിക്ക് വാക്ക് തന്നതാ. ഇപ്പോൾ ആണെങ്കിലും ചെറിയ ജീവിതമൊക്കെ ആണെങ്കിലും എല്ലാത്തിനും ചേച്ചിക്കൊപ്പം ഇല്ലേ മക്കൾ? മക്കൾ ദൂരെയാണേലും അതല്ലേ ഒരു ആശ്വാസം. എൻ്റെ കാര്യമോ ചേച്ചി, എന്നെ കെട്ടിക്കാൻ ധൃതി പിടിച്ച് കടം മേടിച്ചും എന്നെ കെട്ടിച്ച് മാനം കളഞ്ഞില്ല. പക്ഷേ എൻ്റെ ജീവിതമോ ഇന്ന് വരെ അവർ വന്നിട്ട് മോളെ സുഖാണോ, എന്താ വിശേഷം, ഒരു കാര്യവും തിരക്കിട്ടില്ല. ഞാനൊരു പെണ്ണല്ലേ, എനിക്കില്ല ചേച്ചി ആഗ്രഹങ്ങൾ. എൻ്റെ ഇഷ്ടം ഒന്നും ആർക്കും അറിയണ്ട, മറ്റുള്ളവരുടെ ഇഷ്ടം മാത്രം അനുസരിച്ച് ജീവിക്കാനാണ് എൻ്റെ വിധി. അതൊക്കെ ശരിയാവും, നീ വിഷമിക്കല്ലേ. രാഘവേട്ടൻ വീട്ടിലേക്ക് പോയി ചേച്ചിക്ക് പണിത് രാഘവേട്ടൻ തരുന്നില്ലേ? അത് പിന്നെ ഉണ്ടോ ഇല്ലയോ ചേച്ചി പറ. അതുണ്ട്. അങ്ങനെ ഒന്നും എന്തെങ്കിലും ചെയ്തില്ലേ ഉറങ്ങത്തില്ല. ബസ്സിലകത്തേക്ക് നോക്കിയിട്ട് ചേച്ചിക്ക് അറിയോ, അങ്ങേര് ഇത്ര നാളെ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് എനിക്കില്ല ചേച്ചി ആവശ്യങ്ങൾ. അങ്ങേര് വന്നാൽ ഇടയ്ക്ക് എന്തെങ്കിലും വേഗം ചെയ്ത് തീർക്കും, എന്നിട്ട് പോകും. ചില ആണുങ്ങൾക്ക് ഇത് താല്പര്യം കാണില്ല, അതാ ക്ഷീണിച്ചു പോകും. അതൊന്നുമില്ല, എന്നെ മടുത്ത് ചേച്ചി. എൻ്റെ പ്രായം ചേച്ചി നോക്കിക്കേ, എനിക്കിനി എന്നാ നല്ലൊരു ജീവിതം ഉണ്ടാവും, എന്നാ സന്തോഷം കിട്ടുക, പുറത്തൊന്നും പോയി വരിക. അവൻ വരട്ടെ, നമ്മൾ പറയാം. എന്നെപ്പോലെ തന്നെ ചേച്ചി പലരുടെയും ജീവിതം മടുത്തു, എങ്ങനെയും ഒന്ന് അവസാനിപ്പിച്ചാൽ മതിയെന്നാ. നീ വേണ്ടത് പറയില്ലേ, സഹിക്കാൻ പറ്റുന്നില്ല. മോനെ ഓർത്താൽ ഞാൻ ഇപ്പോഴും ഇങ്ങനെ എന്നെ കിട്ടിക്കാൻ കാരണം കുറേ നാളുകൾക്ക് ഇതൊന്നും അറിയണ്ട, കാണണ്ടല്ലോ. എൻ്റെ വിധിയാണ്. നീ കരയില്ലേ, ഞാൻ പരിഹാരം ഉണ്ടാക്കാം. നീ പോയി കിടക്ക്, സമയം കുറയായി. പിന്നെ എപ്പോഴോ ഉറക്കത്തിൽ മയങ്ങി അവൾ ഉറങ്ങി. രാവിലെ എണീറ്റ് കൊച്ചിന് പോകാനുള്ളത് കൊണ്ട് കറിയും ചോറും റെഡിയാക്കി കൊടുത്ത് സ്കൂളിൽ അയച്ചു. കുറേ കഴിഞ്ഞ് അവൾ തുണിയൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടു. പിന്നെ തനിക്കുള്ളത് കഴിക്കാൻ ഉണ്ടാക്കി വെച്ചിട്ട് പോയി കുളിച്ച് ബ്രഷ് ചെയ്ത് വന്നു. വേഗം ചായ കുടിച്ചു. അപ്പോഴേക്കും ശീലിച്ച് രാവിലെ വീട്ടിൽ വന്ന് ചായ കുടിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. വേണ്ടായെന്ന് പറഞ്ഞു. ചേട്ടൻ അന്വേഷിച്ചപ്പോൾ പറമ്പിലുണ്ടെന്നും പറഞ്ഞു. പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തുണി അനക്കെ കിട്ടി. അത് വെയിലത്തിടാൻ നേരം ചേച്ചി അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞ് വീണ്ടും ബസ്സിൽ ഇറങ്ങി നടന്നു. പറമ്പിൽ ചേട്ടൻ വെണ്ടയ്ക്ക പറിക്കുന്നത് കണ്ടപ്പോൾ അങ്ങോട്ട് ചെന്നു. ചേട്ടൻ ഒരു തോർത്തുകൊണ്ട് എടുത്ത് നിൽക്കുന്നത് കണ്ട്. നല്ല ഇരുനിറം, അത്യാവശ്യം പൊക്കം, അധികം തടിയില്ല, എന്നാലും വണ്ണമുണ്ട്. അവർ ചാടിയിട്ടില്ല, നല്ലൊരു പുരുഷൻ. പ്രധാന തടിയും അവരും ചാടി നിൽക്കുക. എന്താ പണി കഴിഞ്ഞില്ലേ? മണ്ണൊക്കെ വാരിയിടുമായിരുന്നു രാഘവൻ. കുറെ പുല്ലൊക്കെ പറിക്കാനുണ്ട്. ചേച്ചി എന്തേ കിടക്കുന്നുണ്ടാവും. നിനക്ക് പച്ചക്കറി വല്ലതും വേണോ കറി വയ്ക്കാൻ? അതിലിപ്പോൾ അത്യാവശ്യം ഉണ്ടല്ലോ വീട്ടിൽ. എന്നാലും പറിച്ചെടുത്തോടി, എന്തെങ്കിലും കഴിക്കാലോ. കഴിക്കാൻ പാകത്തിന് എന്താ ഉള്ളത്? വെണ്ടയ്ക്ക കിടപ്പുണ്ട്, പയറുണ്ട്, പാവയ്ക്ക, വഴുതനങ്ങയുണ്ട്. അത് അതുണ്ടാ? വഴുതനയല്ലേ? അത് വേണ്ട. അല്ലടി, മറ്റേതുണ്ട്, അപ്പുറത്ത് വേണേൽ പറിച്ചെടുത്തു ആവശ്യത്തിന്. എന്നാൽ ഞാൻ എടുക്കാം. 2 ദിവസം കഴിയിട്ട് തൽക്കാലം ഉള്ളതുണ്ട്. എന്നാൽ പിന്നെ എന്തെങ്കിലും ചെയ്യും, താമസിക്കല്ലേ, കടയിൽ കൊടുക്കാനുള്ളതോ? എല്ലാ എനിക്ക് ആവശ്യമുണ്ട്, പറിച്ചോളാം. പിന്നെ ചേട്ടാ, കുറച്ച് വെളിച്ചെണ്ണ വാങ്ങാനുണ്ട്, ഒന്ന് പോയിട്ട് വരുമോ? വൈകിട്ട് മതി. ആയിക്കോട്ടെ, പോകുമ്പോൾ അങ്ങോട്ട് വരാം. ശരി. നേരെ തിരിച്ചു നടന്ന് ഫസൽ വീട്ടിൽ കയറി. വൈകിട്ട് മോൻ വന്നു, അവന് ചായ കൊടുത്തു. ഷീലേച്ചി വന്നപ്പോൾ കഞ്ഞിവെള്ളവും കൊടുത്തു. അവർക്ക് 3-4 ആടുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ വന്നു. വിളിക്കുന്ന സൗണ്ട് കേട്ടു. ഫസീല ചെല്ലുമ്പോൾ ഒരു മാക്സി മാത്രമായിരുന്നു വേഷം, അകത്തൊന്നും ഇടാതെ. ചേട്ടൻ്റെ വിളി കേട്ടു